ഫോർ എക്സാമ്പിൾ ഇഫ് യു ഹാവ് സെറ്റ് വെരി സ്മോൾ മൈൽ സ്റ്റോൺസ്, വളരെയധികം അച്ചീവബിൾ ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ആ ട്രാക്ഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരാം. പക്ഷെ അതിനെ നമ്മളൊരു മൈൽ സ്റ്റോൺ ആയിട്ട് അങ്ങനെ കണക്കാക്കൂലല്ലോ. തീർച്ചയായിട്ടും ഒരു വിഷണറി ഓർഗനൈസേഷൻ മീൻസ് ദേ ആർ ട്രൈങ് ടു മൂവ് ഫ്രം വൺ ലെവൽ ടു ദി അതർ. സോ ദി മൈൽ സ്റ്റോൺ ഡെഫിനറ്റ്ലി വുഡ് ബി എ ഹാർഡർ വൺ. It may not be a 5% growth or 6% growth or something like that. It will be something drastic. ചിലപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ ആവാം, ചിലപ്പോൾ വേറൊരു വെർട്ടിക്കലിലേക്ക് നീങ്ങുന്നതാവാം. ഈ സെയിൽ എല്ലാ വർഷം കൂട്ടുക എന്ന് പറയുന്നതൊരു മൈൽ സ്റ്റോൺ അല്ല. ഐ മീൻ ദാറ്റ് ഈസ് നോട്ട് കൈൻഡ് ഓഫ് ലൈക്ക് എ ഗ്രോത്ത്. ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് ഗ്രോത്ത് ആയിരിക്കും. ഇറ്റ് ഇൻവോൾവ് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാവാം, പുതിയ മേഖലകളിലേക്ക് പോണതാവാം, പുതിയ മാർക്കറ്റ്സിലേക്ക് പോണതാവാം, പുതിയ പ്രൊഡക്റ്റിലേക്ക് പോണതാവാം, പുതിയ കസ്റ്റമർ സെഗ്മെൻറ്റ് ടാർഗറ്റ് ചെയ്യണതാവാം, അല്ലെങ്കിൽ ഒരു മേജർ ഷിഫ്റ്റ് ഇൻ ദ വേ ദേ ആർ പ്രൊഡ്യൂസിങ് തിങ്സ് which reduces the cost or increases the quality. അങ്ങനെ പല പല ഏരിയസിലായിരിക്കും മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി സബ്സ്റ്റാൻഷ്യൽ. അപ്പോഴാണല്ലോ ആ ഒരു ചലഞ്ച് എലമെൻ്റ് അവിടെ എടുക്കുന്നത്. അപ്പോഴാണ് ശരിക്കും ഒരു ഓർഗനൈസേഷൻ ഗ്രോ ചെയ്യുന്നത്. മറ്റത് ഗ്രോത്ത് എന്ന് പറയാൻ പറ്റില്ല, ഒരു നാച്ചുറൽ ട്രാൻസിഷൻ ഓഫ് എ കമ്പനി എന്നേ പറയാൻ പറ്റുള്ളൂ.